തൂലിക ജാലകം സാമൂഹിക പ്രതിബദ്ധതയോടുകൂടി ഒരു വലിയ വിഷയം ഇന്ന് ചർച്ച ചെയ്യുന്നു എന്നറിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. കാരണം ലോകത്താകമാനം മയക്കുമരുന്ന് മനുഷ്യന് വിപത്തായിട്ട് മാറുമ്പോൾ, പ്രത്യേകിച്ച് ഈ സമകാലീനമായ അടുത്ത കുറച്ച് കാലങ്ങളായിട്ട് കേരളം നേരിട്ട് കൊണ്ടിരിക്കുന്ന വളരെ വലിയ പ്രതിസന്ധി, ആ ഒരു പ്രതിസന്ധിക്ക് എന്താണൊരു പരിഹാരം എന്നുള്ളതിനെക്കുറിച്ച് പലരും ചർച്ച ചെയ്യുന്നു, അന്വേഷിക്കുന്നു. എന്തെങ്കിലും രീതിയിൽ പരിഹാരം കണ്ടെത്താനാകുമോ എന്ന് അന്വേഷിക്കുന്നു. പലപ്പോഴും മോശപ്പെട്ട ഒരു കാലത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത് എന്ന് പറയാറുണ്ട്. എന്നാൽ നാം കടന്നു പോകുന്നത് മോശപ്പെട്ട ഒരു കാലത്തിലൂടെ അല്ല, നല്ല ഒരു കാലത്തിലൂടെയാണ്. അതിനകത്ത് ആ ഘട്ടത്തിൽ നടക്കുന്ന ചില സങ്കീർണതകൾ എന്നെ ഇതിനെ വിളിക്കാൻ പറ്റൂ. ഈ സങ്കീർണതകൾക്ക് എന്താണ് പരിഹാരം? ഈ സങ്കീർണതകളെ നമുക്ക് എങ്ങനെ ഒഴിവാക്കാം ജീവിതത്തിൽ നിന്ന് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് പലരും ഈ ചർച്ചകളിലൂടെ ഉരുത്തിരിഞ്ഞു വരുന്നതും അതിനൊരു അന്വേഷണം ആരംഭിക്കുന്നതുമല്ല. ഇവിടെ തൂലികാജാലകം അതിൻ്റെ ഒരു ഘട്ടം എന്ന് പറയുന്നത് ഈ ലഹരി വിമുക്തമായ ഒരു സമൂഹത്തെ എങ്ങനെ സൃഷ്ടിക്കാം എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഈ ഒരു ചർച്ച, ഇത് വളരെ കാലികമാണ്, വളരെ ഗൗരവമുള്ളതാണ്. നാം എന്തുകൊണ്ടും വളരെ ഗൗരവത്തോട് ചർച്ച ചെയ്യേണ്ട വിഷയമാണത് എന്നുള്ളതാണ്. പലപ്പോഴും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു വലിയൊരു കുഴപ്പമുണ്ട്. ആ കുഴപ്പമെന്ന് പറയുന്നത് നമ്മളുടെ അടുക്കളയിലേക്കോ ഞങ്ങളെ സ്വീകരണ മുറിയിലേക്കോ എത്തുന്നത് വരെ പല കാര്യങ്ങളും നമ്മളെ ബാധിക്കുന്നതല്ല എന്നുള്ളൊരു ചിന്ത നമ്മുടെ ഉള്ളിൽ പലപ്പോഴും ഉണ്ടാവാറുണ്ട്. അങ്ങനെ അല്ല എന്നുള്ളത് ഈ സമൂഹം ഇപ്പോൾ തെളിയിച്ചു കൊണ്ടിരിക്കുന്നു. കാരണം അല്ല, പലപ്പോഴും നാം ചിന്തിക്കാത്ത നമ്മളുടെ പല ആളുകൾക്കിടയിൽ നിന്നാണ്, അല്ലെങ്കിൽ നാം അപ്രതീക്ഷിതമായിട്ടാണ് ഇങ്ങനെ പലതും സംഭവിക്കുന്നത്. ലഹരിക്ക് അടിപ്പെടുകയും നേരമ്പോക്കിൻ്റെ പിന്നാമ്പുറങ്ങളിൽ നിന്നും യുവാക്കളെ ലഹരി പിടികൂടുകയും ആ ലഹരി അവരുടെ ജീവിതത്തെ തന്നെ നശിപ്പിക്കുകയും സാമൂഹികമായിട്ട് അത് വളരെ പ്രത്യാഘാതങ്ങൾ, കുടുംബപരമായിട്ട് പ്രത്യാഘാതങ്ങൾ ഒക്കെ ഉണ്ടാക്കുകയെല്ലാം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനുള്ള പരിഹാരം എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് യുവാക്കൾ എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നത് ഒരു ഹൈസ്കൂൾ കാലഘട്ടം മുതൽ, അല്ലെങ്കിൽ ഒരു ഹയർ സെക്കൻഡറി കാലഘട്ടം, ഒരു കോളേജ് തലം, ഈ ഒരു ഘട്ടം വളരെ പരമപ്രധാനമായൊരു കാലഘട്ടം ആണെന്നുള്ളത്. ഒരുപക്ഷെ അതിനേക്കാളും പരമപ്രധാനമായ കാലഘട്ടം ചെറുപ്രായം എന്ന് പറയുന്ന ഒരു ഘട്ടം ഉണ്ട് എന്നുള്ളത് തർക്കമല്ല. അത് പിന്നീട് അവിടെ നിൽക്കട്ടെ, അത് നമുക്ക് പിന്നീട് ചർച്ചയുണ്ട്. പക്ഷേ ഇപ്പോൾ ഇതിനെന്താണ് പരിഹാരം? ലഹരിയുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ ആദ്യമായിട്ട് നമുക്ക് സംസാരിക്കേണ്ടി വരുന്നത് ഈ ലഹരി ഉപയോഗിക്കുന്ന വ്യക്തികളെക്കുറിച്ചാണ്. ആ വ്യക്തികളോടാണ് നമുക്ക് ആദ്യം സംസാരിക്കാനുണ്ടാകുക. ഒന്ന്, ലഹരി ഉപയോഗിക്കുന്ന, അല്ല ലഹരിയിലേക്ക് പോകാൻ സാധ്യതയുള്ള ആളുകൾ. രണ്ട്, മാതാപിതാക്കൾ. പാരൻറ്റിങ് എന്ന് പറയുന്ന ആ ഒരു വളരെ ഗൗരവമുള്ളൊരു വിഷയം. സെൽഫ് പാരൻറ്റിങ്ങിൻ്റെ കാലമാണിത്. ഈ സെൽഫ് പാരൻറ്റിങ് എന്ന് പറയുന്നത് പണ്ട് കാലത്ത് ഒരു ഗ്രാമീണ സ്വഭാവമുള്ള കാലഘട്ടത്തിൽ, ഈ ഗ്രാമത്തിൻ്റെ ഒരു നൈർമല്യതൊക്കെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ, എൻ്റെ ഒരു മകൻ പുറത്തൂടെ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ എൻ്റെ അയൽവാസിക്കോ എൻ്റെ നാട്ടുകാരനൊക്കെ ചോദ്യം ചെയ്യാൻ, അല്ലെങ്കിൽ അവനെ ഉപദേശിക്കാനൊക്കെ ഉള്ള ഒരവസരം ഉണ്ടായിരുന്നു എന്നുള്ള. ഇന്ന് ആ അവസരമില്ല. ഉണ്ടെങ്കിലും പലർക്കും അത് ധൈര്യമില്ല, അത്തരം കാര്യങ്ങളിൽ ചെയ്യാൻ ധൈര്യമില്ലാത്തൊരു കാലഘട്ടമാണത്. അപ്പോൾ സെൽഫ് പാരൻറ്റിങ്ങിൻ്റെ കാലമാണ്, മാതാപിതാക്കൾ മാത്രം റെസ്പോൺസിബിലിറ്റിയുള്ള ഒരു കാലഘട്ടം. അപ്പോൾ ആദ്യം ഒന്ന് നമ്മൾ പറഞ്ഞു, പ്രധാനപ്പെട്ട കാര്യം ലഹരി ഉപയോഗിക്കാൻ സാധ്യതകൾ. 2, മാതാപിതാക്കൾ. 3, സമൂഹം. 4, അധ്യാപകർ. 5, ഈ പറയുന്ന പോലെ ഇതിനെല്ലാം തടയിടാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടിട്ടുള്ള ഇതിൻ്റെ സന്നദ്ധ പ്രവർത്തകർ. അതിൽ നാർക്കോട്ടിക്, പോലീസ്, ഗവൺമെൻറ്, അതർ ആക്ടിവിറ്റി നടത്തുന്ന ആളുകൾ, ഇവരെല്ലാം സാമൂഹിക പ്രവർത്തകരായിട്ടുള്ള എല്ലാം ആ ഒരു ഭാഗത്ത് നിൽക്കുന്നു. ലഹരി ഉപയോഗിക്കുമ്പോൾ സംഭവിക്കുന്ന കാര്യം എന്താണ്? ലഹരി പ്രത്യേകിച്ച് സിന്തറ്റിക് ലഹരികൾക്ക് ഒരു പ്രധാന കുഴപ്പമുള്ളതെന്ന് വെച്ചാൽ അതൊരു കാലമൊന്നും വേണ്ട അതിൻ്റെ ഒരു പ്രത്യാഘാതം ആ വ്യക്തി അനുഭവിക്കാൻ. അത് ഉപയോഗിക്കുന്ന ആദ്യത്തെ ഒരു ഉപയോഗത്തിൽ അവനതൊരു ആനന്ദമാവുകയും ക്ഷീണമില്ലാതാവുകയും ഉറക്കമില്ലെങ്കിലും ഉറക്കമൊഴിച്ചാലും അവന് പ്രത്യേകിച്ച് പ്രതിസന്ധിയൊന്നും ഇല്ലാതെ പിറ്റന്നാൾ ഊർജ്ജസ്വലതയോടുകൂടി പ്രവർത്തിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഏറ്റവും വലിയൊരു കാര്യമായിട്ട് എടുക്കുന്നത് ഇതാണെന്നുള്ളതാണ്. പിന്നീട് അവൻ ആ ഉറക്കം എന്ന് പറയുന്നത് തീരെ ലഭിക്കാതാവുകയും മനസ്സ് സങ്കീർണമാകുകയും തലച്ചോറ് സങ്കീർണമാകുകയും തലച്ചോറിൻ്റെ പല പ്രവർത്തനങ്ങളും തകരാറാകുകയും ചെയ്തു തുടങ്ങും. പിന്നെ അവന് ലഹരി ഇല്ലാതെ അവന് ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം വരും.
പതുക്കെ 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 ലഹരി അവൻ്റെ ഈ ഒരു ഉറക്കത്തെ മാത്രമല്ല, അവൻ്റെ മാനസിക തകരാറിനെ മാത്രമല്ല, അവൻ്റെ തലച്ചോറിനെ മാത്രമല്ല, അവൻ്റെ കണ്ണുകളെ, അവൻ്റെ പല്ലുകളെ, അവൻ്റെ എല്ലുകളെ, അവൻ്റെ ആന്തരിക അവയവങ്ങളെ എല്ലാം തകർത്ത് കളയും. ഒരു സിന്തറ്റിക് ലഹരി ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് ഒരു യുവാവിനെ സംബന്ധിച്ചിടത്തോളം, അവൻ്റെ ഒരു ആയുസ് എന്ന് പറഞ്ഞാൽ 10 വർഷത്തിന് താഴെയാണ് പിന്നെ എന്നുള്ളതാണ്. എല്ല് പൊടിഞ്ഞോ അല്ലെങ്കിൽ അവൻ്റെ തലച്ചോറ് പൊട്ടിയോ ഹൃദയം പൊട്ടിയോ ഒക്കെ ആയിട്ട് അവൻ്റെ ഒരു അവസാനം വേഗത്തിൽ നടക്കും എന്നുള്ളതാണ്. ഒരു മദ്യപാനിയെപ്പോലെയല്ല, മദ്യപാനിക്ക് ദീർഘദൂരമായിട്ട് അത് പ്രത്യാഘാതം വരുന്നുള്ളൂ. പക്ഷേ ഇത് സ്റ്റഡൻലി അടുത്ത നിയറസ്റ്റ് ഇയർ തൊട്ടടുത്ത വർഷങ്ങളിൽ അത് കാണുമെന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ലഹരി ഉപയോഗിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ അതിലേക്ക് പ്രവേശിച്ച ആളുകൾ ചെയ്യേണ്ട വലിയൊരു ഉപകാരം എന്ന് പറഞ്ഞാൽ ഒരിക്കലും കല്യാണം കഴിക്കരുത് എന്നുള്ളതാണ്. കാരണം അവർ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അവർക്കുണ്ടാകുന്ന കുട്ടികൾ ഡിസേബിലിറ്റി ഉള്ള കുട്ടികളായി മാറും എന്നുള്ളതാണ്. ബുദ്ധിപരമായ ഡിസേബിലിറ്റി, അവയവങ്ങളുമായി ബന്ധപ്പെട്ടുന്ന ഡിസേബിലിറ്റി, ഇതെല്ലാം ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ വരുന്ന കാലഘട്ടത്തിൽ ഇത് ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് ഉണ്ടാകുന്ന കുട്ടികൾ ഇത്തരത്തിലുണ്ടാകുമ്പോൾ അതൊരു നരകയാതനയാണ്. കുട്ടിക്കല്ല. അല്ലെങ്കിൽ ഈ വരുന്ന കുട്ടികളേക്കാളും വലിയൊരു നരകയാതന എന്ന് പറഞ്ഞാൽ പാരൻസിനാണ്. അതായത് ഈ ലഹരി ഉപയോഗിച്ച ആ വ്യക്തിക്കാണ് ഇതിൻ്റെ ഒരു നരകയാതന ഉണ്ടാകാൻ പോകുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ശരീരം, അവൻ്റെ ബുദ്ധി, അവൻ്റെ മാനസികാവസ്ഥ, അവൻ്റെ കുടുംബ പശ്ചാത്തലം, അവൻ്റെ സാമൂഹ്യ പശ്ചാത്തലം, അവൻ്റെ കുട്ടികൾ, അവൻ്റെ കുടുംബം, സർവസ്വം നശിച്ചു പോകുന്ന ഒരവസ്ഥയിലേക്കാണ് ഈ ലഹരി എത്തിക്കുന്നത് മനുഷ്യനെ എന്നുള്ളതാണ്. പിന്നെ ഇതിന് തടയാൻ മാതാപിതാക്കൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ലഹരിയെ വിമുക്തമാക്കാൻ, അല്ലെങ്കിൽ ഈ സമൂഹത്തിൽ നിന്നോ അല്ലെങ്കിൽ നമ്മളെ രാജ്യത്ത് നിന്നൊക്കെ ഒരു പക്ഷേ അത്ര വലിയൊരു ദൗത്യമായിട്ടൊക്കെ അവർക്ക് തോന്നിയേക്കാം. പക്ഷേ നിങ്ങളെ കുടുംബത്തിനകത്തേക്ക് ലഹരി വരാതിരിക്കാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതാണ് നിങ്ങൾ ആദ്യം ചിന്തിക്കേണ്ടത്. പ്രത്യേകിച്ച് മാതാപിതാക്കൾ, പ്രത്യേകിച്ച് 8ാം ക്ലാസ് മുതൽ ഒരു ഡിഗ്രി വരെയൊക്കെ പഠിക്കുന്ന കുട്ടികളുള്ള മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട വളരെ പരമപ്രധാനമായ ഒരു കാര്യമാണത്. എങ്ങനെ എൻ്റെ കുഞ്ഞിനെ ഇതിൽ നിന്ന് രക്ഷിക്കാം, അല്ലെങ്കിൽ എൻ്റെ കുഞ്ഞ് അത് ഉപയോഗിക്കുന്നില്ല എന്നുള്ള ഒരു ഉറപ്പ് എനിക്ക് ഉണ്ടാകുക. ആ ഉറപ്പാണ് പലപ്പോഴും ലഹരിയിലേക്ക് അവരെത്തിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു ഉറപ്പ് മാറ്റി വെച്ചുകൊണ്ട് സാധ്യതകളെ, പോസിബിലിറ്റികളെ നമ്മൾ ഒന്ന് വിശകലനം ചെയ്യുക എന്നുള്ളതാണ്. ഒന്നാമത്തെ പോസിബിലിറ്റി, നമ്മളെ കുട്ടി രാത്രി 8 മണിക്കോ 8:30ക്കോ ശേഷം പുറത്തു പോകുന്നത് എന്തിനാണ്? 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മകൻ രാത്രി 8:30ക്ക് ശേഷം എന്തിനു പുറത്തു പോകണം? പുറത്തു പോകേണ്ട കാര്യമില്ല. അഥവാ പോകുന്നുണ്ടെങ്കിൽ എന്തിനാണ് പോകുന്നത്? അവൻ്റെ സുഹൃത്തുക്കൾ ആരൊക്കെയാണ്? ആ സുഹൃത്തുക്കളുടെ ബാക്ക്ഗ്രൗണ്ട് എന്തൊക്കെയാണ്? 3, അവൻ എപ്പോൾ മടങ്ങി വരുന്നു, തിരിച്ചു വരുന്നു? ഈ തിരിച്ചു വരുമ്പോൾ ഇവൻ്റെ അവസ്ഥ എന്താണ്? ഇവൻ രാത്രി ഉറങ്ങാതിരിക്കുന്നുണ്ടോ ദീർഘമായിട്ട്? എന്നിട്ടും അവന് എനർജി ലോസിങ് സംഭവിക്കുന്നില്ല, ആരോഗ്യകരമായിട്ട് അവന് ഉറക്കത്തിൻ്റെ ക്ഷീണമില്ല, മറ്റു പ്രശ്നങ്ങളൊന്നും ആദ്യകാലത്തിൽ തോന്നുന്നില്ല എങ്കിൽ നിങ്ങൾ സൂക്ഷിക്കണം. നിങ്ങൾ കുഞ്ഞുങ്ങളെ നിരീക്ഷിക്കുക. അവൻ എവിടെ പോകുന്നു, എപ്പോൾ പോകുന്നു, എപ്പോൾ വരുന്നു, അവൻ്റെ ബാഗിലെന്താണ്, അവൻ്റെ റൂമിലെന്താണ്, അവൻ്റെ ഗന്ധം. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഗന്ധത്തിന് പോലും വളരെ പ്രാധാന്യമുണ്ടെന്നുള്ള അവർക്ക് തിരിച്ചറിയാൻ പറ്റുമെന്നുള്ള, പുരുഷനേക്കാൾ കൂടുതൽ ഈ ഗന്ധങ്ങളുടെ ഒക്കെ സാധ്യത തിരിച്ചറിയുന്ന ആളുകളാണ് സ്ത്രീകൾ. പ്രത്യേകിച്ച് ഒരു ലിമിറ്റിന് ശേഷം ഈ NRI അല്ലെങ്കിൽ ഗൾഫിൻ്റെ അല്ലെങ്കിൽ ഒരു പ്രവാസത്തിൻ്റെ ഒരു അതിപ്രസരം സംഭവിച്ചതിന് ശേഷം കുടുംബത്തിൽ ഈ ചിത്രത, കുട്ടികളെ ഈ വഴി തെറ്റുന്ന ഇത്തരം കാര്യങ്ങൾക്ക് പലപ്പോഴും മാതാവ് ഒരു കാരണമാണ്. സ്നേഹത്തിൻ്റെ ആ ഒരു അമൃത് പുരട്ടിക്കൊണ്ട് എന്ത് വേണമെങ്കിലും ചെയ്തു കൊടുക്കുകയും ചോദ്യങ്ങളില്ലാത്ത, ഒരു ഉത്തരം ആവശ്യമില്ലാത്ത ഒരു രീതിയിലേക്ക് അവരെ നയിക്കുകയൊക്കെ ചെയ്യുന്നത് പലപ്പോഴും മാതാവാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും അമ്മമാർ വളരെയധികം ശ്രദ്ധിക്കണം. ഇപ്പം അടുത്ത സമയത്ത് 5 ആളുകളെ കൊല ചെയ്യുകയും മാതാവ് അതികഠിനമായ രീതിയിൽ ICUയിൽ കിടക്കുകയും ചെയ്യുന്ന സമയത്ത്, ബോധം വന്ന സമയത്ത് ഇതെങ്ങനെ സംഭവിച്ചു നിങ്ങൾക്കെന്ന് ചോദിക്കുന്ന സമയത്ത് ലോകം മൊത്തം അറിഞ്ഞു മകനാണ് ഇത് ചെയ്തതെന്ന്. പക്ഷെ അത് അവരറിഞ്ഞില്ല. അങ്ങനെ അറിഞ്ഞിട്ടുണ്ട് എന്നുള്ള അവരറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത് എങ്ങനെ പറ്റിയെന്ന് ചോദിച്ചപ്പോൾ ഞാൻ താഴെ തറയിൽ വീണ് സംഭവിച്ചതാണ് എന്ന് പറഞ്ഞിട്ട് മകനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. ഇത്തരത്തിലുള്ള പ്രൊട്ടക്ഷൻ, ഒരു തെറ്റ് കണ്ടാൽ ചൂണ്ടിക്കാണിക്കാതെ, ഒരു തെറ്റ് കണ്ടാൽ തിരുത്താതെ, ഇത്തരത്തിലുള്ള പ്രൊട്ടക്ഷൻ കൊടുത്താണ് ഇത്തരത്തിൽ 5 പേരുടെ ഒരു കൊലപാതകത്തിലേക്ക് എത്തിച്ചത് കാര്യങ്ങളെന്നാണ്. അത് പ്രൊട്ടക്ഷൻ, അത് മാനസികമായിട്ടും ശാരീരികമായിട്ടും ആവശ്യമായ തലത്തിലാണത് വേണ്ടത്. അല്ലാതെ അനാവശ്യമായിട്ടുള്ള ഈ സ്നേഹത്തിൻ്റെ അതിപ്രസരം, അതാണ് കുഞ്ഞുങ്ങളെ വഴിതെറ്റിക്കുന്നതും. മാതാപിതാക്കൾ തന്നെയാണ് ഉത്തരവാദികൾ എന്നുള്ളതാണ് ഒരു പരിധിവരെ. പിന്നെ ടീച്ചർമാർ, ഞാൻ നേരത്തെ പറഞ്ഞു, പിന്നെ ചെയ്യാനുള്ളത് ടീച്ചർമാർക്കാണ്. ഈ ടീച്ചർമാർക്ക് സൂക്ഷ്മം അവരുടെ തലച്ചോറിലേക്ക് ചെറുപ്രായം മുതലേ ഇതിൻ്റെ എല്ലാ അപകടങ്ങളും കാര്യങ്ങളും അവരെങ്ങനെ പതുക്കെ സന്നിവേശിപ്പിക്കാൻ പറ്റുമെന്നുള്ളതാണ്. അത് ടീച്ചർമാർക്കാണ് ഏറ്റവും കൂടുതൽ കഴിയുക.
ഒരു ദിവസം കൊണ്ട് നടക്കുന്ന ഒരു പ്രക്രിയയല്ല ഇത്. ഇത് വർഷങ്ങളെടുത്ത് ചെയിൻ പോലെ. കാരണം ഒരു കുട്ടിയുടെ മനസ്സിലേക്ക് സാമൂഹിക ബോധം എന്താണ് എന്നുള്ളത്, രാഷ്ട്രീയ ബോധം എന്താണെന്നുള്ളത്, ഒരു ദേശീയ ബോധം എന്താണെന്നുള്ളതിനൊക്കെ കുറിച്ച് വ്യക്തമാക്കി കൊടുക്കാൻ ടീച്ചർമാർക്കാണ് പറ്റുക. അല്ലെങ്കിൽ ഒരു ഒരു നിയമ സംഹിതകൾ എന്താണെന്നുള്ളതിനെക്കുറിച്ച് വലിയ ഗഹനമായിട്ടൊന്നുമില്ല, ചെറിയ ചെറിയ രീതിയിലൊക്കെ അവർക്കത് പകർന്നു നൽകാൻ പറ്റും. പിന്നെ സമൂഹം ഇപ്പം ഇന്ന് ഇറങ്ങിത്തിരിച്ച രീതിയിൽ സമൂഹം ഇറങ്ങിത്തിരിക്കുകയാണെങ്കിൽ ഈ കുഴപ്പങ്ങളൊന്നും ഉണ്ടാകുമായിരുന്നില്ല എന്നുള്ളതാണ്. സമൂഹം ഐക്യകണ്ഠേന ഇതിനെതിരെ എവിടെ കണ്ടാലും അത്തരത്തിലുള്ള ആൾക്കാർ ഇൻഫർമേഷൻ കൊടുക്കുകയും പോലീസിൽ അറിയിക്കുകയും നാർക്കോട്ടിക്കിനെ അറിയിക്കുകയും അല്ലെങ്കിൽ അവർ വളഞ്ഞിട്ട് പിടിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരെ കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഗൗരവം സമൂഹം ഉൾക്കൊണ്ടിട്ടുണ്ട് എന്നുള്ളതാണ്. ആ ഗൗരവം പൂർണ്ണമായി ഉൾക്കൊണ്ടിട്ട് ഇതിൻ്റെ തീവ്രത ഒട്ടും ചോർന്നു പോവാതെ ഒരു അപകടം സംഭവിക്കുമ്പോഴാണ് നമ്മൾ ചർച്ച ചെയ്യുക. ഒരു അപകടം സംഭവിച്ച് ഒരു പ്രത്യാഘാതം അതിഭീകരമായിട്ട് ഉണ്ടാകുന്ന സമയത്ത് അതിനെക്കുറിച്ച് നമ്മൾ വളരെയധികം വിശാലമായിട്ട് ചർച്ച ചെയ്യും. പക്ഷേ നഷ്ടപ്പെട്ടത് അവിടെ നഷ്ടപ്പെട്ടതാണ്. അതുകൊണ്ട് പ്രത്യാഘാതവും അപകടവും ഉണ്ടാകുന്നതിന് മുൻപ് നമ്മളൊരു ദീർഘവീക്ഷണത്തോടു കൂടി പ്രവർത്തിക്കുക എന്നുള്ളതാണ്. കഴിഞ്ഞ 10 വർഷമായിട്ട് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് പ്രഭാഷണം നടത്തുന്ന ഒരാൾ എന്ന നിലയിൽ എനിക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും, നമ്മളെ ചുറ്റുപാടിൽ ഭീതിതവും ഭീകരവുമായ അവസ്ഥയിലേക്ക് കടന്നു പോകുന്നുണ്ട്. അതിന് തടയിടേണ്ടതുണ്ട്. രാത്രികാലങ്ങളിൽ അവരുടെ യാത്രകളെ വളരെ പേടിക്കേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ ഉറങ്ങാതിരിക്കുന്ന കുട്ടികളെ വളരെ പേടിക്കേണ്ടിയിരിക്കുന്നു. ഇങ്ങനെ കൊച്ചു 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 വലിയ വലിയ കാര്യങ്ങളൊന്നും അല്ലെങ്കിൽ ഇത്തരം കൊച്ചു അറിവുകൾ നമ്മൾ കരസ്ഥമാക്കിക്കൊണ്ട് നമ്മളെ കുട്ടികളെ നമ്മൾ നിരീക്ഷിക്കുക. കുഞ്ഞുങ്ങളെ എപ്പോഴും നിരീക്ഷിക്കുക. സ്നേഹം വേണം, നമുക്കെല്ലാം വേണം. അതിൻ്റെ ഒപ്പം നമ്മളുടെ കുട്ടികളുടെ ഈ പോക്ക് അത് അപകടത്തിലേക്കാണോ അല്ലേ എന്നുള്ളത് നമ്മൾ സൂക്ഷ്മം നിരീക്ഷിക്കണം. അല്ലെങ്കിൽ നാളെ അവരുടെ ഒരു കത്തിക്ക് നാം ഇരയാകേണ്ടി വരും എന്നുള്ളത് നമ്മളെ സ്നേഹനിധിയായ നമ്മളെ പ്രിയപ്പെട്ട മകനോ മകളോ അത് ചെയ്യുമ്പോൾ. അല്ലെങ്കിൽ ഈ കാലഘട്ടത്തിലെ കുഞ്ഞുങ്ങളുടെ ഭാഗത്തു നിന്നും വേണം നമ്മൾ ചിന്തിക്കാൻ. അവരൊരു തരം വല്ലാത്തൊരു മാനസികാവസ്ഥയിൽ കടന്നു പോകുന്ന കുഞ്ഞുങ്ങളാണ് അവർ എന്നുള്ളതാണ്. കാരണം അവരെ എല്ലാവിധ സ്വാതന്ത്ര്യം നൽകിക്കൊണ്ട് സ്വാതന്ത്ര്യത്തിൻ്റെ അതിപ്രസരം കിട്ടിയതിൻ്റെ പേരിൽ അവർ ലക്ഷ്യമറ്റ് പോയ, അവർ ആ ഒരു ആകൃതി ഇല്ലാതായ പോയ കുട്ടികളാണ്. ആകൃതി എന്ന് പറയുന്നത് മാനസികമായിട്ടൊരു ആകൃതിയുണ്ട്. ശരീരത്തിൻ്റെ ആകൃതി മാത്രമല്ല, തലച്ചോറിൻ്റെ പ്രവർത്തനം, അവന് കിട്ടുന്ന അനുഭവങ്ങൾ, കുഞ്ഞുനാളിൽ നിന്നും വീട്ടിൽ നിന്നും കിട്ടുന്ന അനുഭവങ്ങൾ വളരെ പ്രധാനമായ അനുഭവങ്ങളാണ് എന്നുള്ളതാണ്. ഒരച്ഛൻ, ഒരമ്മ അവരാണ് റോൾ മോഡൽ. അവരെയാണ് അവൻ അനുകരിക്കുക. അവർ നുണ പറയുമ്പോഴാണ് അവൻ നുണ പറയുന്നത്. അവരെന്തെങ്കിലും ചീത്ത രീതിയിലൂടെ സഞ്ചരിക്കുമ്പോഴാണ് അവനും അവളും ചീത്ത രീതിയിലൂടെ സഞ്ചരിക്കാൻ വരുന്നത്. അതിനുശേഷം ആണ് സമൂഹത്തിലേക്കും സ്കൂളിലേക്കും കുട്ടികളുടെ കയ്യിലും അവിടുന്നൊക്കെ അവർ ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് അവരെത്തുന്നത്. പക്ഷേ ആദ്യത്തെ റോൾ മോഡൽ എന്ന് പറയുന്നത് അച്ഛനും അമ്മയുമാണ്. അതുകൊണ്ട് തന്നെ അച്ഛൻ്റെയും അമ്മയുടെയും ജീവിതം വളരെ സൂക്ഷ്മതയുള്ളതായിരിക്കണം എന്നുള്ളതാണ്. കുഞ്ഞുങ്ങളുടെ മുന്നിൽ നിന്ന് ചെയ്യാൻ പാടില്ലാത്തത്, പറയാൻ പാടില്ലാത്തത്, ചെയ്യാൻ പാടില്ലാത്തതായ കാര്യങ്ങളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് സംശുദ്ധമായ ഒരു ജീവിതം ഉണ്ടാവുക എന്നുള്ളതാണ്. അതില്ലാതായി പോയതാണ് നമ്മളെ ദുരന്തങ്ങൾക്ക് പ്രധാന കാരണം. പിന്നെ അമിതമായ സ്വാതന്ത്ര്യം. ആ സ്വാതന്ത്ര്യമാണ് ഇന്ന് ഈ ദുരുപയോഗം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ചർച്ചകളിലൂടെ, ഇത്തരത്തിലുള്ള നിരീക്ഷണങ്ങളിലൂടെ നമ്മളുടെ കുടുംബത്തെ, നമ്മുടെ സമൂഹത്തെ, നമ്മുടെ രാജ്യത്തെ ഈ ലഹരി എന്ന മാരകമായ വസ്തുവിൽ നിന്നും രക്ഷിക്കേണ്ടതുണ്ട്. കാരണം ഇന്ന് ഓരോ ദിവസവും ഇത്രയധികം കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെടുമ്പോൾ അതിലെല്ലാം ഈ പറയുന്ന പോലെ 10ാം ക്ലാസ്സും 12ാം ക്ലാസ്സും എല്ലാമുള്ള കുട്ടികളാണ് ഏറ്റവും കൂടുതലെന്ന് പറയുമ്പോൾ അത് അപകടം തന്നെയാണ് എന്നുള്ളത് നാം ചിന്തിക്കുക. തീർച്ചയായിട്ടും ചർച്ചകൾ തുടരട്ടെ, കൃത്യമായിട്ടുള്ള അവബോധമുണ്ടാകട്ടെ. നമ്മളെ കുട്ടികളെ നമ്മൾ നന്നായിട്ട് നിരീക്ഷിക്കുക. അവരെ നല്ല വഴിയിലേക്ക് കൊണ്ടുപോകാൻ ആവശ്യമായ രീതിയിലുള്ള ചെറിയ 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 കാര്യങ്ങൾ അവരുടെ ഉപബോധ മനസ്സിലേക്ക് നമ്മൾ എത്തിക്കുക എന്നുള്ളതാണ്. അത് പതുക്കെ പതുക്കെ പതുക്കെ. ഉപദേശം ആർക്കും ഇഷ്ടമല്ല. ഒരിക്കലും കുഞ്ഞുങ്ങളെ ഉപദേശിക്കരുത്. മറിച്ച് ഒരു കുഞ്ഞിനെ നിങ്ങൾ ഉപദേശിക്കുന്ന സമയത്ത്, ഒരു കുട്ടിയെ നിങ്ങൾ ഉപദേശിക്കുന്ന സമയത്ത് അവൻ ഒരിക്കലും അത് അവൻ്റെ ചെവിയിലേക്ക് എത്തുകയില്ല എന്നുള്ളതാണ്. കാരണം അവൻ കാഴ്ചകളാണ് അവൻ തീവ്രമായിട്ട് അവൻ്റെ അകത്തേക്ക് എത്തുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ പ്രവർത്തിച്ച് കാണിക്കുക. നിങ്ങൾ പ്രവർത്തിച്ച് കാണിക്കുന്നത് അവൻ മറക്കില്ല. അവൻ്റെ ജീവിതത്തിൽ അവൻ പകർത്തും. നിങ്ങൾ പറയുന്നത് ടെക്സ്റ്റുകൾ അതൊന്നും അവൻ എത്ര പെട്ടെന്ന് അവൻ്റെ ബോധ മനസ്സിലേക്കൊന്നും അത് എത്തുന്നില്ല. അവൻ്റെ മൈൻഡിൽ അത് രജിസ്റ്റർ ചെയ്യപ്പെടുന്നില്ല. അത് മാഞ്ഞു പോകും. മറിച്ച് നിങ്ങൾ അവനെ തീർച്ചയായിട്ടും ചെയ്ത് കാണിക്കുക. നിങ്ങൾ മൊബൈൽ അവനോട് മാറ്റി വെക്കാൻ പറയുമ്പോൾ നിങ്ങൾ അല്പം മാറ്റി വെക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ഒരു ജോലിയുമായി ബന്ധപ്പെട്ടിട്ടാണ് നിങ്ങളതിലൂടെ കടന്നു പോകുന്നത് എന്നുള്ളത് അവനെ ബോധ്യപ്പെടുത്തുക. അല്ലാതെ നിങ്ങൾ 24 മണിക്കൂറും കയ്യിൽ മൊബൈൽ എടുത്തുകൊണ്ട് നിങ്ങളെ കുഞ്ഞിനോട് മോനെ നീ മൊബൈൽ മോളെ മാറ്റി വെക്കുക എന്ന് പറയുമ്പോൾ അതിൽ വലിയ പ്രാവർത്തികത അവന് ചെയ്യണമെന്നില്ല. അപ്പോൾ തീർച്ചയായിട്ടും അവൻ കണ്ടതാണ് പഠിക്കുക, കേൾക്കുന്നത് പഠിക്കില്ല. അതുകൊണ്ട് തന്നെ
കാഴ്ചകളിലൂടെ അവന് ലഭ്യമാകുന്ന അറിവുകൾ നമ്മളിൽ നിന്ന് നല്ല അറിവുകളാകണം. നല്ല ഒരു ബോധത്തോടു കൂടിയായിരിക്കണം കുഞ്ഞുങ്ങളെ സമീപിക്കേണ്ടത്. കാരണം സങ്കീർണമായ മാനസികാവസ്ഥയിലൂടെയാണ് ഓരോ കുഞ്ഞും കടന്നു വരുന്നത്. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിലെ കുഞ്ഞുങ്ങൾ കഴിഞ്ഞ കാലഘട്ടത്തിലെ കുഞ്ഞുങ്ങളെക്കാൾ എന്തുകൊണ്ടും വിപുലമായ മാനസികവും ആയ ഒരു തലത്തിലുള്ള തലച്ചോറിൻ്റെ പ്രവർത്തനം അതിവിപുലമായ തലത്തിലുള്ള കുട്ടികളാണ് ഈ കാലഘട്ടത്തിലെ കുട്ടികൾ. അതുകൊണ്ട് തീർച്ചയായിട്ടും അവരെ നിങ്ങൾ ഒരു പഴയ കാലത്തെ കുട്ടിയോട് കാണുന്ന സമീപനം എടുക്കരുത്. കാരണം പഴയ കാലത്തെ കുട്ടിയുടെ ഒരു സമീപനം എന്താണെന്ന് ചിന്തിക്കുന്ന ആളുകളായിരിക്കും ഇന്നത്തെ പാരൻറ്റ്. കാരണം പഴയ കുട്ടിയായിരുന്നല്ലോ പാരൻറ്റ്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു പാരൻസ് ചിന്തിക്കേണ്ടത് ഈ തലത്തിൽ നിന്ന് കുഞ്ഞിൻ്റെ മാനസികാവസ്ഥയിൽ നിന്ന് കുഞ്ഞിൻ്റെ ഒരു ഭാഗത്തു നിന്നും കൂടെ ചിന്തിച്ച് അവന് എന്തും തുറന്നു പറയാൻ പറ്റുന്ന ഒരു സൗഹൃദത്തിൻ്റെ ഒരു തലം കൂടി, ഒരു ഭീതിയില്ലാതെ പേടിയില്ലാതെ ഏത് കാര്യവും വന്ന് എൻ്റെ അച്ഛനോടോ അമ്മയോടോ പറയാം എന്നുള്ള ഒരു ധൈര്യം അവനുണ്ടാകുക. ഏത് കോംപ്ലിക്കേഷൻസ് വിഷയമാണെങ്കിലും അവർ എൻ്റെ കൂടെ ഉണ്ടാകും എന്നുള്ളൊരു ധൈര്യം കൂടി അവർക്ക് പകർന്നാൽ ഒരു പരിധിവരെ നമുക്കിതിനെല്ലാം ഒരു പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ സ്നേഹത്തിൽ അധിഷ്ഠിതമായ നമുക്ക് വേദനിക്കുമ്പോൾ അവർക്കും വേദനിക്കും എന്നുള്ള ഒരു രീതിയിൽ അവർ വളർന്നു വരികയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഇതിനെല്ലാം പ്രതിവിധിയായി മാറും. കാരണം കൊടുക്കൽ വാങ്ങലുള്ള ലോകത്ത് ഈ സ്നേഹത്തിൻ്റെ ഈ വൈകാരികമായ ബന്ധങ്ങളുടെ വളർച്ച ഒക്കെ വേണം. നിങ്ങൾ കുഞ്ഞുങ്ങളോട് സംസാരിക്കാതിരിക്കുന്നതാണ് നിങ്ങളുടെ കുഴപ്പം. നിങ്ങൾ ആവശ്യത്തിന് കുഞ്ഞിനായിട്ട് ഇടപഴകണം, നിങ്ങൾ കുഞ്ഞിനായിട്ട് കളിക്കണം, കുഞ്ഞിന് ആവശ്യമായ നിർദ്ദേശങ്ങൾ നിങ്ങൾ കൊടുക്കണം. അവൻ പാലിക്കില്ലേ എന്നുള്ള കാര്യം 100% നിങ്ങളുടെ ഇഷ്ടത്തിനൊന്നും അവൻ വളരില്ല. അഥവാ അങ്ങനെ വളർന്നാൽ അവനൊരു പോഴനായി പോകും എന്നുള്ളതാണ്. അതുകൊണ്ട് അത്രയൊന്നും ചിന്തിക്കേണ്ട. കുറേയൊക്കെ അവൻ കേൾക്കാതിരിക്കണം. അപ്പോഴേ അവൻ ഒരു ബുദ്ധിയുള്ള ദിഷണാശാലിയായ ഒരു മകനായിട്ടോ മകളായിട്ടോ വളരുക. അപ്പോൾ തീർച്ചയായിട്ടും ഈ ലോകത്തിൻ്റെ മുന്നിലുള്ള കുഴികളെക്കുറിച്ചിട്ട് നിങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കുക. അത് അവരുടെ ഉള്ളിലേക്ക് പതുക്കെ കയറിക്കൊണ്ടിരിക്കും. ഇന്ന കാര്യങ്ങളെല്ലാം ചതിക്കുഴികളാണ് എന്നുള്ള ബോധ്യം അവർക്കുണ്ടാകട്ടെ. നിങ്ങൾക്കതിന് കഴിയട്ടെ. നമുക്ക് ഈ ഒരു ലഹരിക്കെതിരെ സർവം മറന്ന് നമുക്ക് ഒരു തടയിടാൻ വേണ്ടി മുന്നോട്ട് നീങ്ങാം. കഴിയുന്ന രീതിയിലെല്ലാം ഒരു സംഭാഷണം കൊണ്ടോ ഒരു എഴുത്ത് കൊണ്ടോ ഒരു പറച്ചിൽ കൊണ്ടോ ഒരു പ്രവൃത്തി കൊണ്ടോ ഒരു ചിന്ത കൊണ്ടെങ്കിലും നമുക്ക് ഈ ലഹരിക്കെതിരെ തടയിടാൻ കഴിയേണ്ടതുണ്ട്.